ഓക്കെ, എഴുതിക്കോളൂ. നമ്മൾ ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷനിലെ SP ഹൈബ്രിഡൈസേഷൻ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. SP ഹൈബ്രിഡൈസേഷനകത്ത് നമ്മൾ SP ഹൈബ്രിഡൈസേഷനകത്ത് BeCl2 എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ കൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി രണ്ടാമത്തെ B എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസേഷൻ. sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. sp2 ഹൈബ്രിഡൈസേഷനകത്ത് BCl3 ആണ്. BCl3 എക്സാമ്പിൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിയോ, sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു s ഓർബിറ്റലും രണ്ട് p ഓർബിറ്റലും തമ്മിലാണ് മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് ഹൈബ്രിഡൈസേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം നോക്കിയോ, നമ്മൾ ബോറോണിന്റെ അറ്റോമിക് നമ്പർ ഗ്രൗണ്ട് സ്റ്റേറ്റില് ബോറോണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ബോറോണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1 ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് ഷെല്ലിന്റെ ഓർബിറ്റൽസ് വരയ്ക്കാം. 1s അതിനകത്ത് 2 എണ്ണം, ഇനി 2s അതിനകത്ത് എത്രയാ? 2 എണ്ണം. ഇനി അതേപോലെ തന്നെ 2pക്ക് 3 ഓർബിറ്റൽ ഉണ്ടല്ലോ. ഏതൊക്കെയാ? 2px 2py 2pz ആണല്ലോ. അതിനകത്ത് ഒരെണ്ണം അല്ലേ ഉള്ളൂ, ശരിയല്ലേ? എന്നാൽ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് അടുത്ത ഓർബിറ്റിലേക്ക് പോകുന്ന അവസരത്തില്. അപ്പൊ അവിടെ നമുക്ക് ഇത് തന്നെയാണ്, ബോറോൺ 5 തന്നെയാണ്. 1s2 2s2 2s2 വരുന്നില്ല, 2sൽ നിന്ന് ഒരെണ്ണം എന്ത് ചെയ്തു? 2pയിലോട്ട് ചാടിപ്പോകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? രണ്ട് ഇലക്ട്രോൺസ്, ഇവിടെ ഒരെണ്ണം, ഇവിടെ വരുമ്പോഴത്തേക്ക് എത്ര വരും? ഇവിടെ 1 2 ഇങ്ങനെ ചാടും. 2pxനകത്തും 2pyക്കകത്തും ഓരോ ഇലക്ട്രോൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ മിക്സ് ചെയ്യാൻ നോക്കിക്കോണേ. ഇവിടെ മിക്സ് ചെയ്യാൻ നോക്കിയേ, ഇതെല്ലാം ഹാഫ് ഫീൽഡ് അല്ലേ? ഇവര് 3 പേരും കൂടെ ആണ് മിക്സ് ചെയ്യുന്നത്. അതായത് ഒരു എസും 2 പിയും, ഇതും പി ആണ്, ഇതും പി ആണ്. ഒരു എസും 2 പിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം, ഒരു എസ് എങ്ങനെയായിരിക്കുന്നത്? ഒരു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഓക്കെ, ഒരു പി എങ്ങനെയായിരിക്കുന്നത്? പി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിലാണ് ഇരിക്കുന്നത്. പി വൈ എന്ന് പറയുമ്പോൾ എന്താ? വൈ ആക്സിസിലായിരിക്കുന്നത്. ശരിയല്ലേ? ഇതല്ലേ വൈ ആക്സിസ്, ഇതല്ലേ എക്സ് ആക്സിസ്, ആണോ? ഓക്കെ, ഇത് മിക്സ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? ഇത് രണ്ടെണ്ണം കൂടെ, ഇത് മൂന്നും കൂടെ മിക്സിക്കകത്ത് ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇത് മൂന്നെണ്ണം കൂടെ, ഇപ്പൊ 3 ഓർബിറ്റിലായിരിക്കും ഉണ്ടാകുന്നത്. 3 ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ആയിരിക്കും. അതായത് ഈസിക്കൽ ടു ഇവര് 3 പേരും കൂടെ കണ്ടോ, ഒരു വട്ടം അല്ല, ഒരു അതിന്റെ പകുതി, ഇതിന്റെ പകുതി, ഇതിന്റെ പകുതി, ഇതിന്റെ പകുതി, ഇതിന്റെ പകുതി, ഇതിന്റെ പകുതി, അല്ലയോ? ഓക്കെ, ഇപ്പൊ ജോയിൻ ചെയ്തവര് തന്നെ ഇത്ര ഒന്ന് പെട്ടെന്ന് എഴുതിക്കേ. ഇപ്പൊ ജോയിൻ ചെയ്തവർ ഇത്ര പെട്ടെന്ന് എഴുതിക്കേ. അപ്പൊ ഇത് മൂന്നും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മാക്സിമം റിപ്പൾഷൻ ഉണ്ടാവണമെങ്കിൽ ഇവർ ഏത് ഷേപ്പിൽ ഇരിക്കണം? എങ്ങനെ ഇരിക്കണം? ഒരെണ്ണം വേണ്ട ഇങ്ങനെ ഇരിക്കും, ഒരെണ്ണം വേണ്ട ഇങ്ങനെ ഇരിക്കും, അല്ലേ? ഇങ്ങനെ ഇരിക്കും. ഒരെണ്ണം വേണ്ട ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ മാക്സിമം റിപ്പൾഷൻ വരൂ. ഇതായിരിക്കും അവരുടെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. ഇവര് മൂന്നുപേരും കൂടെ തന്നെ ഇങ്ങനെ ആയിരിക്കും. ശരിയല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കിയോ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഇനി ആരാ? BCl3. സിഎലിന്റെ ഒരു പി ഓർബിറ്റൽ ഉണ്ടല്ലോ. എന്താ? സിഎലിന്റെ പി ഓർബിറ്റൽ വന്ന് ഇതുമായിട്ട് ഞാൻ ഇച്ചിരി ഇതാക്കി വരയ്ക്കാം. നോക്കിയോ, സിഎലിന്റെ പി ഓർബിറ്റൽ വന്ന് ഇതുമായിട്ട് ക്രോസ് ചെയ്യുന്നു. ഇത് സിഎലിന്റെ ആണ്. സിഎലിന്റെ അടുത്ത സിഎലിന്റെ പി ഓർബിറ്റൽ വന്നിട്ട് കണ്ടോ, ഇതുമായിട്ട് ക്രോസ് ചെയ്യുന്നത് സിഎലിന്റെ ആണ്. അടുത്ത സിഎലിന്റെ പി ഓർബിറ്റൽ വന്ന് കണ്ടോ, ഇതുമായിട്ട്. ഇതാണ്, ഇത് ബിയുടെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും ബാക്കി 3 സിഎല്ലുമാണ്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇതാണ് BCl3യുടെ ശരിക്കും ഒരു ഓർബിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഈ സ്ട്രക്ചർ എന്തായിരുന്നു? ഈ സ്ട്രക്ചറിന്റെ പേരെന്താ? ട്രൈഗോണൽ പിരമിഡ് അല്ല, പ്ലേനാർ. ട്രൈഗോണൽ പ്ലേനാർ. ചിലപ്പോ ഒരു sp2 sp2 ഹൈബ്രിഡൈസേഷൻ ഇൻ BCl3 എന്നോ അല്ലെ BCl5 എന്നോ ഒക്കെ പറഞ്ഞ്, അല്ല BCl3 എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കും. അങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. എന്നാലും ഞാൻ ഇതൊന്ന് പഠിപ്പിക്കുമായിരുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കേരള സിലബസിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സിലബസിന് ബോർഡാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. എന്താണ് ICSEയും CBSEയും സംബന്ധിച്ചിടത്തോളം
എന്താണ് സ്കൂളുകാരാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും അവർ അങ്ങനെ അധികം ഇടാറില്ല. ഞാൻ കണ്ടിട്ടില്ല ഇടുന്നത്. പക്ഷെ കേരളയ്ക്ക് ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോ. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. പ്രവീൺ ഈ കാര്യം മനസ്സിലായോ? പ്രവീൺ ഓക്കെ. അതേപോലെ തന്നെ ഇപ്പം ക്രിസിനല്ലേ ലാസ്റ്റ് കയറിയ, ക്രിസിന് ഈ കാര്യം മനസ്സിലായോ? ക്രിസിൻ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ക്രിസിൻ കേൾക്കാമോ ക്രിസിൻ? അടുത്തത് നോക്കിയോ SP3 ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിൾ നോക്കിയോ. SP3 ഹൈബ്രിഡൈസേഷൻ. ക്രിസിൻ ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ക്രിസിൻ കേൾക്കുന്നില്ല. ക്രിസിനെ കേൾക്കാമോ? ക്രിസിൻ ഓക്കെ. അന്ന ഓക്കെ ആണോ ഈ പറഞ്ഞ കാര്യം? അന്ന അരവിന്ദ് ഒക്കെ ഓക്കെ ആണോ? അന്ന അരവിന്ദ് അർജുനൊക്കെ ഓക്കെ സർ. ഓക്കെ. ജോഷുവയും ജ്യോതിസും ഒക്കെ ഓക്കെ സർ. സൂര്യഗായത്രി ഓക്കെ ആണോ? സൂര്യഗായത്രി ഓക്കെയാണ് സർ. ഓക്കെ. സൂര്യഗായത്രി ഈ ചാപ്റ്ററിലെ സൂര്യഗായത്രി പാടുള്ളത് ഇത്രയും സോഫാർ നമ്മൾ പഠിപ്പിച്ചത് കുറച്ചുകൂടെ ഒക്കെ സ്കൂളിലെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയി. ഓക്കെ, ഗുഡ്. ഓക്കെ. അപ്പൊ നോക്കിയോ. അപ്പം നമുക്ക് ഇനിയും ഒരു കാര്യം നമുക്ക് എടുക്കാം. SP3 ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിൾ എടുക്കാം. നോക്കിക്കോളൂ. SP3 ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിൾ എടുക്കാം. SP3 ഹൈബ്രിഡൈസേഷൻ. SP3 ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിൾ നമ്മൾ എടുക്കാൻ പോകുന്നത് CH4 ആണ്. എക്സാമ്പിൾ എടുക്കാൻ പോകുന്നത്. എക്സാമ്പിൾ CH4. നോക്കിയോ. ഗ്രൗണ്ട് സ്റ്റേറ്റില് സെൻട്രൽ ആറ്റം ഞാൻ ഒരു കാര്യം പറയാം. സെൻട്രൽ ആറ്റത്തിന്റെ ഓർബിറ്റൽസിന് മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഹൈബ്രിഡൈസേഷൻ സംഭവിക്കത്തുള്ളൂ. മറ്റേ ക്ലോറിന്റെ ഒക്കെ ചുമ്മാ വന്ന് അവിടെ ചേരുമായിരുന്നു. മനസ്സിലായോ? ക്ലോറിന്റെ ഒന്നും എന്ത് ചെയ്യത്തില്ല, ഹൈബ്രിഡൈസേഷൻ മിക്സിക്കകത്ത് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ നമ്മള് എന്താ കാർബൺ C6 ആണ് അല്ലയോ. അപ്പം അത് 1s2 2s2 2p2 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഓർബിറ്റിൽ വരയ്ക്കാം. 1s-നകത്ത് 2 2s-നകത്ത് 2 അതേപോലെ 2p-കകത്തും 2 2p-കകത്ത് 2 എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്തല്ല, 2 ഒരുമിച്ച് എഴുതല്ലേ. ഓഫ് ബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്താണ്? ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി വെച്ച് എന്താണ്, ഓരോ ഓർബിറ്റിലും സിംഗിളി ഓക്കുപൈ ചെയ്തിട്ടേ പെയറിംഗ് നടക്കത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ. ഇത് എന്താണ്? ഇത് 2px ആണ്, ഇത് 2py ആണ്, ഇത് 2pz ആണ്. ഓക്കെ ആണല്ലോ. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റ് വരുമ്പോൾ എന്ത് വരും? എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 90% മുകളിൽ മാർക്ക് കിട്ടുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾ എങ്ങനെ കിട്ടും? എക്സൈറ്റഡ് സ്റ്റേറ്റോട്ട് പോകും. അതേപോലെയാണ് ഇലക്ട്രോണിന്റെ അവസ്ഥ. ഓക്കെ ആണല്ലോ. അപ്പം C6 വരുന്ന സമയത്ത് ഇവിടെ 1s2 2s2 2p2 തന്നെ. പക്ഷെ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? അല്ല, ഇവിടെ 2p2 അല്ല, സോറി. ഇവിടെ 2s1 വന്നിട്ട് ഇവിടെ 2p3 വരും. ഓക്കെ. അപ്പൊ ഇത് നോക്കിയോ. ഇവിടെ 1s വരുന്നു, അതിനകത്ത് 2 2s-നകത്ത് 1 ഉള്ളൂ. അതേപോലെ 2p-കകത്ത് നോക്കിയോണെ. 2p-കകത്ത് 1 2 കണ്ടോ. ഇത് 1 2 3 വരും. ഇത് 2px, ഇത് 2py, ഇത് 2pz. ഓക്കെ. ഇനി ഇവര് 3 പേരും കണ്ടോ, ഇവര് ഹാഫ് ഫീൽഡ് ആണ്. ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള 4 ആൾക്കാരാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? മിക്സിക്കകത്തിട്ട് അടിച്ച് ഹൈബ്രിഡൈസ്ഡ് ആകാൻ പോകുന്നത്. മിക്സിക്കകത്തിട്ട് അടിക്കുന്നു പറയുമ്പോൾ പരീക്ഷയ്ക്ക് മിക്സിക്കകത്തിട്ട് അടിക്കുന്നത് എഴുതി വെക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നോക്കിയോ. ഒരു എസും 3 പിയും എന്ന് പറയുമ്പോൾ നോക്കിയേ. ഒരു എസ് കണ്ടോ, ഒരു എസ് 3 പി എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാ? 3 പി എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിയോളൂ. ഏതൊക്കെ ആക്സിസിലുള്ള പിയാ? 3 ആക്സിസിലുള്ള പി ഉണ്ട് അല്ലെ. ഈ ആക്സിസിലുള്ള പി ഉണ്ട്, ഈ ആക്സിസിലുള്ള പി ഉണ്ട്, അതേപോലെ Z ആക്സിസിലുള്ള പി ഉണ്ട്. ഇവരെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും എന്തായിരിക്കും ഉണ്ടാകുന്നത്? 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടാവും. എങ്ങനെ? 1 തേണ്ടി ഇങ്ങനെ, 2 തേണ്ടി ഇങ്ങനെ, 3 തേണ്ടി ഇങ്ങനെ, 4 തേണ്ടി ഇങ്ങനെ അല്ലയോ. എന്നാൽ ഇവരിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണോ ഇരിക്കുന്നത്? അല്ല, ഇവർ ഒരുമിക്കുന്നത് എങ്ങനെയാ? മാക്സിമം ഡിസ്റ്റൻസ്, റിപ്പൾഷൻ കുറയ്ക്കാൻ വേണ്ടി മാക്സിമം അകന്ന് മാറിയിരിക്കുന്ന രീതിയിലായിരിക്കും. അപ്പം ഇവരുടെ ഷേപ്പ് തന്നെ ഇങ്ങനെ വരും. നോക്കിക്കോണേ. ഇത് നോക്കിയിട്ട് വരച്ചു എല്ലാവരും.
ഒരെണ്ണം വേണ്ട ഇങ്ങനെ വരും. ഓക്കെ, അടുത്തത് വേണ്ട ഇങ്ങനെ വരും. അടുത്തത് വേണ്ട ഇങ്ങനെ വരും. ഇനി ഒരെണ്ണം കൂടെ വരത്തില്ലേ? അതെവിടാ? ഇതേതാ? മറ്റേ അടുപ്പിന്റെ 3 കാല് താഴോട്ടും 1 കാല് മുകളിലോട്ടും അതാ വരുന്നത്. അപ്പം ആ മൂന്നാമത്തെ കാല് നമ്മൾ തന്നെ ഇങ്ങനെ വരയ്ക്കാൻ പോകണം. കേട്ടോ, ഇവിടെ ഇങ്ങനെ ഇതിനകത്തോട്ട് തന്നെ ഇങ്ങനെ വരച്ചാൽ. ഓക്കെ, അപ്പം ഇനി 4 H വരുന്നില്ലേ? ഹൈഡ്രജന് എന്ത് ഓർബിറ്റിലാണ് ഉള്ളത്? S ഓർബിറ്റിലാണ് ഉള്ളത്. അപ്പൊ ഹൈഡ്രജന്റെ S ഓർബിറ്റിൽ തന്നെ ഇവിടെ ഒന്ന് സിഗ്മ ബോണ്ട്. ഹൈഡ്രജന്റെ അടുത്തത് S ഓർബിറ്റിൽ ഇവിടെ ഒന്ന് സിഗ്മ ബോണ്ട്. ഹൈഡ്രജന്റെ S ഓർബിറ്റിൽ ഇവിടെ ഒന്ന് സിഗ്മ ബോണ്ട്. ഹൈഡ്രജന്റെ S ഇവിടെ ഒന്ന് സിഗ്മ ബോണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് ഹൈഡ്രജൻ ആണ്. ഇത് എല്ലാം ഹൈഡ്രജൻ ആണ്. കണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ CH4 സ്ട്രക്ചർ എങ്ങനെയാണ് ഇരിക്കുന്നത് അറിയോ? ഇങ്ങനെ ഇരിക്കും. ഇത് ടെട്രാഹൈഡ്രൽ എന്ന് പറയും. ടെട്രാഹൈഡ്രൽ എന്ന് പറയും. ഓക്കെ ആണല്ലോ? വരച്ചോളൂ. ടെട്രാഹൈഡ്രൽ. ഈ CH4 ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടെട്രാഹൈഡ്രൽ. കറക്റ്റായിട്ട് വരികയല്ലേ? അട്ടിക്കും ഞാൻ. ഓക്കെ, അടുത്തത് NH3 വരയ്ക്കുകയാണ്. NH3 അടുത്തത് എക്സാമ്പിൾ NH3 വരയ്ക്കുകയാണ്. NH3 ഹൈബ്രിഡൈസേഷൻ എന്താന്നുള്ള കാര്യം sp3 തന്നെയാണ്. നമുക്ക് നോക്കാം. ഇനിയിപ്പോ ഞാൻ മിക്സഡ് ആക്കി വരയ്ക്കാൻ പോവാണ്. sp3 sp2 എല്ലാം കൂടെ മിക്സഡ് ആക്കി 2-3 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. നൈട്രജൻ വരയ്ക്കാൻ പോവാണ്. നൈട്രജൻ വരയ്ക്കാൻ പോവാണ്. നൈട്രജനകത്ത് നൈട്രജൻ ഗ്രൗണ്ട് സ്റ്റേറ്റില് എന്താ? ഗ്രൗണ്ട് സ്റ്റേറ്റില് 7. അപ്പൊ എത്രയാ? 1s2 2s2 2p എത്രയാ? 2p3 ആണല്ലോ. അപ്പൊ മറ്റേ ഇത് വരയ്ക്കുമ്പോ എന്ത് വരും? ഇവിടെ 1s ഇതിൽ 2 എണ്ണം, ഇത് 2s അതിൽ എത്രയാ? 2 എണ്ണം. ഇനി 2pയിൽ എത്ര? 2pയിൽ ഓരോന്ന് വെച്ച്. ഇത് 2px, ഇത് 2py, ഇത് 2pz. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഹൈബ്രിഡൈസേഷന് വിധേയമാകണമെങ്കിൽ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ മാത്രമല്ല, നമ്മളെ പോസ്റ്റുലേറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഹാഫ് ഫിൽഡ് ഓർബിറ്റലിൽ മാത്രമല്ല ഹൈബ്രിഡൈസേഷന് വിധേയമാകാനുള്ള കഴിവ്. ചില കേസിൽ ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ, ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ് എന്ത് ചെയ്യും? ഹൈബ്രിഡൈസേഷൻ. ഇവിടെ നോക്കിയേ, സാധാരണ ഇവിടെ ഇങ്ങോട്ടേക്ക് പോയിട്ടല്ലേ ഹൈബ്രിഡൈസേഷൻ വിധേയമാകുന്നത്. ഇവിടെ പോകേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അത് ഹൈബ്രിഡൈസേഷനകത്ത് പങ്കെടുക്കും. അതായത് ഇവർ ഇത്രയും പേരൂടെ ചേർന്നിട്ടാണ് ഹൈബ്രിഡൈസേഷന് വിധേയമാകുന്നത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഇവരുടെ സ്ട്രക്ചർ ഒരു എസും 3 ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മളിപ്പോ വരച്ച അത് തന്നെയായിരിക്കും കിട്ടുന്നത്. ശരിയല്ലേ? അപ്പൊ തന്നെ ഇങ്ങനെ വരും. അത് ഞാൻ തന്നെ ഇങ്ങനെ വരയ്ക്കുകയാണ്. കണ്ടോ, ഇവിടെ 1, അതേപോലെ തന്നെ ഇങ്ങോട്ട് 2, അതേപോലെ തന്നെ ഇങ്ങോട്ട് 3. സോറി, ഞാനത് കൃത്യമായിട്ട് വരയ്ക്കാമേ. 1 തന്നെ ഇങ്ങനെ വരയ്ക്കാം, ചെറുത്. അതായത് ഒരു എസും പിയും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ കണ്ടോ, ഇതിങ്ങനെ, അതേപോലെ ഇവിടെ ഇതിങ്ങനെ, അതേപോലെ തന്നെ ഇത് ഇവിടെ ഇങ്ങനെ, കണ്ടോ. എന്നിട്ട് ഹൈഡ്രജന്റെ 3 s ഓർബിറ്റിൽ, ഹൈഡ്രജൻ 4 എണ്ണം ഉണ്ടല്ലോ മൊത്തം, ഹൈഡ്രജന്റെ 4 s ഓർബിറ്റിൽ ഇതുമായിട്ട് വന്ന് ഫോം ചെയ്യും. ഏതാ? പിന്നെ മറ്റേലും വരച്ചില്ലേ? s ഓർബിറ്റിൽ വന്നല്ലേ ക്രോസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം സിഗ്മ ബോണ്ട്. ഇത് ഹൈഡ്രജന്റെ ബോണ്ട്, ഇത് ഹൈഡ്രജൻ, ഇത് ഹൈഡ്രജൻ, ഇത് ഹൈഡ്രജൻ. ഈ നടുക്കത്തെ മൊത്തം ആരുടെയാ? ഇത് നൈട്രജന്റെ. മനസ്സിലാവും? അങ്ങനെയാണ് NH3 വരുന്നത്. അതുകൊണ്ട് ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് എന്താണ്, ഈ ആള് എന്താ പറയുക, ഈ ആള് ലോൺ പെയറിനെ ഡിനോട്ട് ചെയ്യുന്ന സാധനം. നൈട്രജൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ വരയ്ക്കുന്നത്? 3 ഹൈഡ്രജനും ഒരെണ്ണം ലോൺ പെയറും. മനസ്സിലായോ? ഒരെണ്ണം ലോൺ പെയർ. കണ്ടോ, 3 ബോണ്ട്, 3 എണ്ണത്തെ ഹൈഡ്രജൻ വന്ന് ഇരിക്കത്തുള്ളൂ, ബേസ് ഒക്കെ എടുത്തു. ബാക്കി ഇത് എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യും? ഇത് ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ജോമെട്രി ആണെങ്കിൽ ടെട്രാഹൈഡ്രൽ, ഷേപ്പ് ആണെങ്കിൽ എന്തായിരിക്കും? ട്രൈഗോണൽ. നമ്മൾ പറഞ്ഞായിരുന്നു ലോൺ പെയർ കൂട്ടാതെയാ ഷേപ്പ് പറയുന്നത് എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇതിന്റെ ജിയോമെട്രി ആണെങ്കിൽ, ജിയോമെട്രി നിങ്ങൾ പറയുവാണെങ്കിൽ എന്താണ്? ടെട്രാഹൈഡ്രൽ ആണ്. എന്നാൽ ഷേപ്പ് ആണ് നിങ്ങൾ പറയുന്നെങ്കിലോ, ഷേപ്പ് നിങ്ങൾ പറയുവാണെങ്കിൽ പിരമിഡൽ ഷേപ്പ് ആയിരിക്കും. പിരമിഡൽ, ട്രൈഗോണൽ പിരമിഡൽ.
ട്രൈഗോണൽ പിരമിഡൽ ഷേപ്പ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ? 4 ഹൈഡ്രജൻ ഇവിടെ ഹൈഡ്രജൻ വരില്ല കേട്ടോ. ഇവിടെ ഹൈഡ്രജൻ വരില്ല. ഇത് ഹൈഡ്രജൻ വേണ്ട. കാരണം എന്താ? 4 ഹൈഡ്രജൻ വരുമോ? ഇല്ല, എനിക്ക് തെറ്റിപ്പോയതാണേ. 4 ഹൈഡ്രജൻ വരില്ല. പകരം എന്ത് ചെയ്യും? ആ എസ് ഓർബിറ്റലിലെ ആ 2 ഇലക്ട്രോൺസ് തന്നെ ഇവിടെ ഇങ്ങനെ കാണിച്ചു. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ ആണല്ലോ? വാട്ടറിനെയും കൂടെ വരയ്ക്കാം. വാട്ടർ H2O. വാട്ടർ H2O നമുക്കറിയാം ഗ്രൗണ്ട് സ്റ്റേറ്റില് ഇവിടെ സെൻട്രൽ ആറ്റം വരാം. ഹൈഡ്രജൻ ആണോ ഓക്സിജൻ ആണോ? ഓക്സിജൻ ആണ് സെൻട്രൽ ആറ്റം. അപ്പൊ ഓക്സിജൻ 8 ആണ്. അപ്പൊ 1s2 2s2 2p4 ആണല്ലോ. അപ്പം ഇത് വരയ്ക്കുമ്പോ എന്ത് വരും? 1sനകത്ത് 2 എണ്ണം, 2sനകത്ത് 2 എണ്ണം, 2pക്കകത്ത് നോക്കിയേ 1 2 3 ഒരെണ്ണം കൂടെ ഫില്ലായി 2p4 അല്ലേ? ഇത് 2px 2py 2ps. ഓക്കെ ആണല്ലോ? ഇത് ഓവർലാപ്പിംഗ് നടക്കുമ്പോൾ sp3 ആണ് കണ്ടോ. ഇത് s 3p തമ്മിലാണ് ഓവർലാപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഹൈബ്രിഡൈസേഷൻ വിധേയമാകുന്നത്. അപ്പം എത്ര ഓർബിറ്റൽ ഉണ്ടാവും? എത്ര ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും. പക്ഷെ അതിനകത്ത് 2 എണ്ണം ലോൺ പെയർ ഉണ്ടാവും. ഇതും ലോൺ പെയർ ആയിട്ട് നിൽക്കും, ഇതും ലോൺ പെയർ ആയിട്ട് നിൽക്കും. കാരണം ഹൈഡ്രജൻ ഇവിടെ എത്ര ഉള്ളൂ? 2 എണ്ണം. അപ്പൊ ആ 2 ഹൈഡ്രജൻ ഇതുമായിട്ട് വന്നിട്ട് എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി ഫിൽഡ് ആകും. ബാക്കി ഈ 2 എണ്ണം ലോൺ പെയർ ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് വാട്ടർ വരയ്ക്കുമ്പോൾ വാട്ടറിന് കണ്ടോ ഇവിടെയും ഇവിടെ എന്തുണ്ട്? ലോൺ പെയർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ ആണല്ലോ? ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കണം. ഇവിടെ ഓർബിറ്റൽ വരയ്ക്കുമ്പോൾ എത്ര ഓർബിറ്റൽ ഉണ്ടാവും? ഒരു എസും 3 പിയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 4 ഓർബിറ്റൽ ഉണ്ടാവും, ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടാവും. പക്ഷെ അതിൽ 2 എണ്ണം മാത്രമേ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളൂ. ബാക്കി 2 ഓർബിറ്റൽ ആർക്ക് വേണ്ടിയാണ്? ലോൺ പെയർ ഉണ്ട്. ഇവനും ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. അതായത് ഒരെണ്ണം വേണ്ട ഇങ്ങനെ വരുന്നു, ഒരെണ്ണം വേണ്ട ഇങ്ങനെ വരുന്നു, ഒരെണ്ണം വേണ്ട ഇങ്ങനെ വരുന്നു, ഒരെണ്ണം വേണ്ട ഇങ്ങനെ വരുന്നു. ഓക്കെ. ഇതിൽ നോക്കിയോ, ഒരു ഹൈഡ്രജൻ വന്നിട്ട് ഇതുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു, ഒരു ഹൈഡ്രജൻ വന്നിട്ട് ഇതുമായിട്ട് ഫോം ചെയ്തു. ബാക്കി 2 ലോൺ പെയർ തന്നെ ഇങ്ങനെ കിടക്കും. മറ്റേത് 2 എണ്ണം ഒരു ഹൈഡ്രജന്റെ ഇവിടെ ഓരോന്ന് വന്നാലല്ലേ ഫിൽ ആകത്തുള്ളൂ. ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ആ ഒരു ഇലക്ട്രോൺ തന്നെ ഇവിടെയും വരും, ഇവിടെയും വരും. അങ്ങനെയാണത് കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ. ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതായിരിക്കും ഷേപ്പ് വരുമ്പോൾ ബോണ്ടിങ് വരയ്ക്കുമ്പോൾ കണ്ടോ, ഇത് ഹൈഡ്രജന്റെയാ, ഇതും ഹൈഡ്രജന്റെയാ. ബോണ്ടിങ് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഓക്സിജൻ കണ്ടോ, ഇവിടെ ഒരു ലോൺ പെയർ, ഇവിടെ ഒരു ലോൺ പെയർ. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. അതുകൊണ്ട് ഇവനെ ബെൻഡ് ഷേപ്പ് എന്നാണ് പറയുന്നത്. ബെൻഡ് ഷേപ്പ് ബെൻഡാ. ജോമെട്രി എന്താ? ടെട്രാഹൈഡ്രൽ തന്നെയാണ് ജോമെട്രി കേട്ടോ. ജോമെട്രി ടെട്രാഹൈഡ്രൽ ആണ്. ഒന്ന് എന്താ ട്രൈഗോണൽ പ്ലെയിനാർ ഷേപ്പ്, ട്രൈഗോണൽ പ്ലെയിനാറും ജോമെട്രി ടെട്രാഹൈഡ്രൽ. ജ്യോതിസിന് ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചായിരുന്നോ ജ്യോതിസ്? പഠിപ്പിച്ചായിരുന്നു. ഓക്കെ. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ പഠിപ്പിച്ചവർക്ക് ഈ C2H6ന്റെയും C2H2ന്റെയും C2H2ന്റെയും ഹൈബ്രിഡൈസേഷൻ വരച്ച് കാണിക്കാൻ പഠിപ്പിച്ചിരുന്നോ? അതുകൂടെ ഒന്ന് പറഞ്ഞാൽ അത് മൂന്നും കൂടെ പഠിപ്പിച്ചാൽ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. എന്താണ് സൂര്യഗായത്രി എന്ന് പറഞ്ഞത് ആദ്യം?
ഓക്കെ, ജ്യോതിസ് പറഞ്ഞേ. ജ്യോതിസ് ഇല്ല സർ. ഇല്ല, അത് പഠിപ്പിച്ചില്ല. ഓക്കെ, ഫൈൻ. അതേപോലെ തന്നെ ബാക്കിയുള്ളത് ആരാ? അന്നയൊന്ന് പറയാമോ? ഇല്ല. അതേപോലെ അരവിന്ദ് എന്ന് പറഞ്ഞ അരവിന്ദ്. ഇല്ല സാർ, ഇല്ല. ഇല്ല, അത് പഠിപ്പിച്ചില്ല. ഇതൊക്കെയല്ലേ പഠിപ്പിച്ചോളൂ. അറിയാതെ ലീവ് ആയതാണ്, എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്രയുമേ ഉള്ളൂ ഈ ടോപ്പിക്ക്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അത് ഈ പറഞ്ഞ പോലെ ഇച്ചിരി നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് ഹൈബ്രിഡൈസ്. വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഈ ഹൈബ്രിഡൈസേഷൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നോക്കിക്കോളൂ. ഒരു ആറ്റത്തിന് ചുറ്റിനും എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവൻ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഒരു കാർബൺ ചുറ്റിനും നമുക്ക് പറയാം, ഞാനത് പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഒരു കാർബൺ ചുറ്റിനും ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ, ഒരു ആറ്റത്തിന് ചുറ്റിനും ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഒരു ആറ്റത്തിന് ചുറ്റിനും ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അവൻ sp ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഇതൊന്നും നോക്കണ്ട. ഏതാ? അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ n ട്രിപ്പിൾ ബോണ്ട് n. ഈ നൈട്രജൻ എന്താ? ഈ നൈട്രജന്റെ ചുറ്റിനും ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, ഈ നൈട്രജനും ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ഈ രണ്ട് നൈട്രജനും എന്തായിരിക്കും? ഇവനും sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. അല്ല സോറി, ഇവനും sp ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും, ഇവനും എന്തായിരിക്കും? sp ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇനിയും നമുക്ക് എന്താണ് ഇത് നോക്കിയേ. സി ഡബിൾ ബോണ്ട് സി, നിങ്ങൾ മറ്റേ ഇതിനകത്ത് പഠിച്ചതാ ഇല്ലേ? സി, അതായത് ഇത് ഈഥീന്റെ ഈ കാർബൺ നോക്കിയേ. ഈ കാർബണിന് ചുറ്റിനും ഒരു ഡബിൾ ബോണ്ട് വന്നു, അതുകൊണ്ട് തന്നെ ഈ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഈ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ്. ഇനി കാർബൺ തന്നെ വെച്ച് പറയാം, നോക്കിയോ. ഈഥെയിൻ പറയാം. ഈഥെയിൻ നോക്കിയേ. ഈ രണ്ട് കാർബണും സെൻട്രൽ ആറ്റമാണ്. ഈ രണ്ട് കാർബണിന്റെയും ചുറ്റിനും എത്ര ബോണ്ടേ ഉള്ളൂ? എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവൻ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. കണ്ടോ, sp3 ഹൈബ്രിഡൈസ്ഡ്. പെട്ടെന്ന് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കാണ്. അതായത് ഒരാറ്റത്തിന് ചുറ്റിനും എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആ ആറ്റം sp3 ഹൈബ്രിഡൈസ്ഡ്. ഒരു ആറ്റത്തിന് ചുറ്റിനും ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടെങ്കിൽ, ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിന് sp2 ഹൈബ്രിഡൈസ്ഡ്. ഒരു കാർബണിന് ചുറ്റിനും അവൻ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അവന് sp ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഓക്കെ ആണോ? ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ sp, ഡബിൾ ബോണ്ട് ആണെങ്കിൽ sp2, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവൻ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയണോ? ഇവിടെ ശ്രദ്ധിച്ചോ. ഇനി രണ്ട് ക്വസ്റ്റ്യൻ കൂടി ഇതിനകത്ത് പരീക്ഷയ്ക്ക് യൂഷ്വലി ചോദിക്കുന്നതാണ്, അതൊന്ന് എഴുതിക്കേ. ഡിസ്ക്രൈബ്, ഇത് വെച്ചിട്ട് ഓർത്താൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഈ ഒരു തിയറി വെച്ചിട്ട് ഈ രണ്ട് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുമേ കേട്ടോ. ഡിസ്ക്രൈബ് the change in hybridization if any of the Al atom, aluminum atom, in the following reaction. നോക്കിക്കോളൂ. അപ്പം റിയാക്ഷൻ തന്നിരിക്കുന്നത് AlCl3 plus Cl minus gives AlCl4 minus. ഇതാണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് അലൂമിനിയത്തിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താ? ഇവിടെ വരുമ്പോ അലൂമിനിയത്തിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താ? ഇത് ഹൈബ്രിഡൈസേഷൻ മാറിയോ? അല്ലെങ്കിൽ മാറിയെങ്കിൽ എന്തിൽ നിന്ന് എന്തായി എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. AlCl3യുടെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ. അതായത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റം, ഒരു ഇക്വേഷൻ കൂടെ പഠിപ്പിച്ചു തരാൻ നോക്കിക്കോളൂ. AlCl3. ഓക്കെ ആണല്ലോ? ഇവിടെ സെൻട്രൽ ആറ്റം ഏതാ?
സെൻട്രൽ ആറ്റം എന്ന് പറയുമ്പോൾ Al ആണ് ആണല്ലോ. വാലൻസ് ഇലക്ട്രോൺ എത്ര ഉണ്ട് അലൂമിനിയത്തിന്റെ? വാലൻസ് ഇലക്ട്രോൺ എത്ര ഉണ്ട്? വാലൻസ് ഇലക്ട്രോൺ എത്ര ഉണ്ട് അലൂമിനിയത്തിന്? വാലൻസ് ഇലക്ട്രോൺ എത്ര ഉണ്ട്? 283 അല്ലേ? 3 ആണല്ലോ. സറൗണ്ടഡ് ആറ്റം എല്ലാം എന്താ? സറൗണ്ടഡ് ആറ്റം ആരാ? സറൗണ്ടഡ് ആറ്റം ആരാ? ക്ലോറിൻ ആണ്. ക്ലോറിൻ എന്താ? ക്ലോറിൻ എന്ന് പറയുമ്പോൾ മോണോ വാലന്റ്. അതിന്റെ വാലൻസി എത്രയാ? ഒന്നാണ്. മോണോ വാലന്റ് ആണല്ലോ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ പെയറിന്റെ എണ്ണം ഇതിനകത്ത് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇലക്ട്രോൺ പെയർ ഈസ് ഈക്വൽ ടു, നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. എത്രയാണെന്ന് അറിയാമോ? ഇലക്ട്രോൺ പെയറിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നോക്കിക്കോളൂ. ഇതും കൂടെ എഴുതി കിട്ടോ. വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം plus valence electron of central atom plus valence electron of central atom plus number of surrounded monovalent atom divided by 2. അതാണ് ഇക്വേഷൻ. ഇലക്ട്രോൺ പെയർ കണ്ടുപിടിക്കാൻ. ഓക്കെ ആണല്ലോ. ഇനി നോക്കൂ, ഇവിടെ വാലൻസ് ഇലക്ട്രോൺ എത്ര ഉണ്ട്? വാലൻസ് ഇലക്ട്രോൺ 3. നമ്പർ ഓഫ് സറൗണ്ടഡ് മോണോവാലന്റ് ആറ്റം ഏതാ? ക്ലോറിൻ എത്ര ഉണ്ട്? 3. 3 plus 3 divided by 2, 6/2 എന്ന് പറയുമ്പോൾ എത്രയാ? 6/2 3 ആണ്. അതിനർത്ഥം ഇവിടെ ഇലക്ട്രോൺ പെയർ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. 3 ഇലക്ട്രോൺ പെയർ ഉണ്ടെങ്കിൽ അവന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? spo 3 സിംഗിൾ ഉണ്ടെങ്കിൽ 3 സിംഗിൾ ഉണ്ട്, 4 സിംഗിൾ ഉണ്ട്. sp2 ഹൈബ്രിഡൈസേഷൻ ആണ് കേട്ടോ. sp2 ഹൈബ്രിഡൈസേഷൻ ഓർത്ത് നോക്കുക. ഞാനൊരു ടേബിൾ തരാം. ആ ടേബിളിനകത്ത് ഇലക്ട്രോൺ പെയർ ഇത്ര വരുമ്പോൾ ഏതൊക്കെ ഹൈബ്രിഡൈസേഷൻ ആണ് എന്നുള്ളത് നമ്മളിപ്പോ എങ്ങനെ പഠിച്ചത്? നമ്മൾ ആ ട്രിക്ക് വെച്ചാ പഠിച്ചത്. ഇതല്ലാതെ ശരിക്കും ഒരു ടേബിൾ ഉണ്ട്. ഇലക്ട്രോൺ പെയർ ഇത്ര വരുമ്പോൾ ഇത്ര ഹൈബ്രിഡൈസേഷൻ ഇതാണ് എന്നുള്ളത്. അത് വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. പിന്നെ ഞാൻ ഈ 2 ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചങ്ങ് ചെയ്യിപ്പിച്ചാണ്. ഇലക്ട്രോൺ പെയർ ഇവിടെ 3 ആണ്. ഇലക്ട്രോൺ പെയർ ഇവിടെ 3 ആയതുകൊണ്ട് sp2 ഹൈബ്രിഡൈസേഷൻ. ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ അനുസരിച്ചാണ് അത് നമ്മൾ sp2 ഹൈബ്രിഡൈസേഷൻ ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്തത് നോക്കിയേ. AlCl4- ഇതൊരു ആനിയോൺ ആണ്. ആനിയോണിന്റെ ഇലക്ട്രോൺ പെയർ കണ്ടുപിടിക്കുന്നതിന് ഇക്വേഷൻ ഉണ്ട്. ഇലക്ട്രോൺ പെയർ ഈസ് ഈക്വൽ ടു ആനിയോണിന്റെ ഇലക്ട്രോൺ പെയർ കണ്ടുപിടിക്കുന്നതിന് ഇക്വേഷൻ ഉണ്ട്. ഞാൻ നിങ്ങളെ ഒരു ഇക്വേഷൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അത് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അത് പഠിപ്പിക്കാഞ്ഞത്. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം പ്ലസ് നമ്പർ ഓഫ് സറൗണ്ടഡ് മോണോവാലന്റ് ആറ്റം മൈനസ് ചാർജ് അല്ല സോറി പ്ലസ് ചാർജ്. നമ്മൾ ആനിയോൺ അല്ലേ എഴുതുന്നത്. ഒരു സെക്കൻഡ് എഴുതുന്നത്. ഈ നമ്പർ ഓഫ് സറൗണ്ടഡ് വേണ്ട, പ്ലസ് ചാർജ് ആണെന്ന് ഇട്ടാൽ മതി കേട്ടോ. പ്ലസ് ചാർജ് പോസിറ്റീവ് വരുമ്പോഴാണ് അത് അങ്ങനെ വരുന്നത്. പ്ലസ് ചാർജ് ഡിവൈഡഡ് ബൈ 2 തന്നെ. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിയോ, ബാലൻസ് ഇലക്ട്രോൺ എത്ര ഇവിടെ? അലൂമിനിയത്തിന്റെ 3 പ്ലസ് ചാർജ് എത്ര ഇവിടെ? ആ മൈനസ് 1 ആണ്. ആണോ? ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് തിരുത്തിയാലേ.
ഈക്വേഷൻ ഇങ്ങനെ ആക്കിയത് ഇങ്ങനെ ആക്കിയത് നമ്മൾ ആദ്യം എഴുതിയ പോലെ തന്നെ electron pair is equal to number of valence electron of central atom plus എന്താണ് number of surrounding monovalent atom minus charge divided by 2. അപ്പോൾ നോക്കിയോ ഇവിടെ number of valence electrons of central atom എന്ന് പറയുമ്പോഴത്തേക്കും 3 plus number of surrounding mono 4 minus charge എത്ര ഇവിടെ minus 1 ആണ്. അപ്പോൾ divide by 2 ചെയ്യുമ്പോൾ 3 plus 4 plus 1 divided by 2 is equal to 8 by 2 which will be equal to 4. അതിനർത്ഥം 4 എണ്ണം എന്ത് തന്നെയാ ഇലക്ട്രോൺ പെയർ എത്ര എണ്ണം ഉണ്ട് 4 ഇലക്ട്രോൺ പെയർ 4 വരുവാണെങ്കിൽ അവൻ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ഹൈബ്രിഡൈസേഷൻ എന്ത് മാറ്റം ഉണ്ടായത് sp2 ൽ നിന്ന് എന്തായിട്ട് മാറി sp3 ആയിട്ട് മാറി. അതാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇതൊന്ന് എഴുതിയിട്ടേക്കണം, ഈക്വേഷൻ ഒന്ന് എഴുതിയിട്ടേക്കണം. ഒരു ആനിയോൺ ആണെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണെങ്കിൽ ഇലക്ട്രോൺ പെയറിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് എന്റെ ഈക്വേഷൻ. ഓക്കെ, ഇനിയും എന്താണ് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ അവന്റെ ഹൈബ്രിഡ് ഇലക്ട്രോൺ പെയറിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് ഈ ഈക്വേഷൻ. ഓക്കെ, ഇനി പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു എണ്ണത്തിന്റെ ഇക്വേഷനുണ്ട്. അത് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാറില്ല അധികം, എല്ലാം നെഗറ്റീവ് വെച്ചിട്ടാണുള്ളത് ചോദിക്കുന്നത്. അതുകൊണ്ട് അത് ഞാൻ തൽക്കാലം സ്കിപ്പ് ചെയ്യാണ്. അല്ലെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് എഴുതിയിടേണ്ടി വരും. നോക്കട്ടെ, അതും കൂടെ താഴെ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കുക. ഈ പാർട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ലാസ്റ്റ് is there any change in the hybridization of B and N atom as a result of following reaction. BF3 plus NH3 gives BF3B dot NH3. അപ്പം ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. BF3 എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കുമല്ലോ അതിന്റെ, ആണോ? NH3 വരുമ്പോഴത്തേക്കും എന്തായിരുന്നു H കണ്ടോ, ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്, ആണല്ലോ. ഇനി FB ഇതെന്ന് പറയുമ്പോൾ F3B എന്ന് പറയുമ്പോൾ B, ഇവിടെ ഒരു F, ഇവിടെ ഒരു F, ഇവിടെ ഒരു F, സിംഗിൾ ബോണ്ട്. ഇത് N, ഇതൊരു H, ഇവിടെ ഒരു H, ഇവിടെ ഒരു H. നമ്മൾ പഠിപ്പിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഒരു ആറ്റത്തിന് ഒരു 3 സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ 3 ഇങ്ങനെ വരുവാണെങ്കിൽ 3 സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവൻ sp2 ആണ്. ഇത് 1 2 3 ഇതിനെ ഒരു ഇതായിട്ട് കൺസിഡർ ചെയ്യണം, ഒരു ബോണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ 4 സിംഗിൾ ബോണ്ട് ആയിട്ട് എടുക്കുവാണെങ്കിൽ എന്താ അവൻ sp3. ഇവിടെ വരുമ്പോൾ നോക്കിയേ, ഇവൻ 1 2 3 4 ചുറ്റിനും 4 ഉണ്ട്. അപ്പൊ ഇവനും sp3 ആണ്, ഇവനും എന്താ sp3 ആണ്, ആണല്ലോ. അപ്പം ബിയുടെ ഹൈബ്രിഡൈസേഷൻ ചേഞ്ച് ചെയ്ത് sp2 ൽ നിന്ന് എന്തായിട്ട് മാറി, ഇവിടെ വന്നപ്പോൾ sp3 ആയി. എന്നാൽ നൈട്രജന്റെ ഹൈബ്രിഡൈസേഷൻ എന്താ sp3 ൽ നിന്നും sp3 തന്നെയാണ്. അതാണ് എന്റെ ആൻസർ. നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. എഴുതിക്കോളൂ, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ലാസ്റ്റ് ടോപ്പിക്കാണ്.
ഇത് മുമ്പിലോട്ട് കൊണ്ടുവന്ന രണ്ട് സയന്റിസ്റ്റിന്റെ പേര് എഫ് ഹൺസ് ആൻഡ് RS മുള്ളിക്കൻ. ചിരിക്കണ്ട, അയാളുടെ പേരാ അത്. ഓക്കെ, ഈ രണ്ട് സയന്റിസ്റ്റ് ആണ് എന്താണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി മുമ്പിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി കേട്ടോ. ഇപ്പൊ നമ്മൾ ഇതുവരെ ഇതിനൊരു മാറ്റം വന്നിട്ടില്ല. ഇനി അതിന്റെ പോസ്റ്റുലേറ്റ് ഒരു 2-3 പോസ്റ്റുലേറ്റ് തരുന്നുള്ള ഇൻ മോളിക്യൂൾസ്. പോസ്റ്റുലേറ്റ് ഒന്നും അങ്ങനെ ചോദിക്കത്തില്ല, ചോദിക്കുവാണെങ്കിൽ 2-3 പോസ്റ്റുലേറ്റ് എഴുതി വെക്കുക. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 5 മാർക്കിന്റെ ചോദ്യം ഉറപ്പായിട്ട് ഇതിൽ നിന്നാണ് വരുന്നത്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണം. ഓക്കെ, ഇൻ മോളിക്യൂൾസ് the electrons are present in some special type of orbital called molecular orbital. In molecule, the electrons are present in some special type of orbital called molecular orbital. രണ്ടെണ്ണം എഴുതിയിട്ട് the atomic orbital of comparable energy and proper symmetry combine to form molecular orbital. മൂന്നാമത്തേത് atomic orbital are monocentric. Atomic orbital are monocentric and molecular orbitals are polycentric. നാലാമത്തേത് the number of molecular orbital formed equal to the number of atomic orbital combined. One is called bonding molecular orbital. Other is called anti-bonding molecular orbital. ഒന്ന് ബോണ്ടിങ്ങും ഒന്ന് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. അഞ്ചാമത്തേത് the bonding molecular orbital. ഞാൻ BMO എന്നങ്ങ് എഴുതുകയാണെ. Bonding molecular orbital has lower energy and greater stability than corresponding anti-bonding molecular orbital. ആറാമത്തേത് the molecular orbital ആറാമത്തേത് the molecular orbitals are filled according to three rules.
ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഓഫ് ബോ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, and Hunt's rule, and Hunt's rule. Okay. ഇത് ഞാൻ പറയുന്ന കാര്യം മാത്രം ഇനി പഠിച്ചാൽ മതി, വേറെ ഒരു കാര്യം ഇതിനകത്ത് പഠിക്കണം. അതേ ചോദിക്കുള്ളൂ. ഈ പോസ്റ്റേജ് പഠിക്കണം, കാണാ പഠിക്കണം. ഇനി നോക്കിയോ, നമുക്ക് ഇതിനകത്ത് ഓക്കെ. ഇനി നോക്കിയോളൂ, നമ്മൾ ഇതുവരെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ പഠിച്ചത്? എന്താ 1s2 2s2 2p6 3s2 3p6 4s2 4p6 അങ്ങനെ അല്ലേ? എന്നാൽ ഇനി നമ്മൾ മോളിക്കുലാർ ഓർബിറ്റലിന്റെ കോൺഫിഗറേഷൻ പഠിക്കാൻ പോവാം. ശരിക്കും ഈ രീതിയിലാണ് ഇപ്പൊ എന്താണ് ഇലക്ട്രോൺസിനെയൊക്കെ ഫില്ല് ചെയ്യേണ്ടത്, ഈ ഒരു രീതിയിലായിരുന്നു. അപ്പൊ നോക്കിയത് എങ്ങനെയാണെന്ന് അറിയാം. അപ്പൊ നിങ്ങളൊരു ഹെഡിങ് കൊടുക്കുക. ഇവിടെ മുതൽ ഞാൻ പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണേ. ഇലക്ട്രോണിക് 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 കോൺഫിഗറേഷൻ configuration of molecular orbital. അതായത് മോളിക്യൂൾസിന്റെ ഓർബിറ്റലിനെയാണ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം, നൈട്രജൻ ഒരു സിംഗിൾ ആറ്റവും വേറൊരു സിംഗിൾ ആറ്റവും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? നൈട്രജൻ മോളിക്യൂൾ ഉണ്ടാകുന്നത്. ശ്രദ്ധിച്ചോണ്ട്, എഴുതാനുള്ളതല്ല, മനസ്സിലാക്കാനുള്ളതാണ്. ഓക്സിജനും കൂടെ ചേർന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ O2 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാകുന്നത്. അതുപോലെ ഹൈഡ്രജനും ഒരു ഹൈഡ്രജൻ ആറ്റവും കൂടെ ചേർന്നിട്ടാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഈ മോളിക്യൂളിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുന്നതെന്നാണ് ഈ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ അത് കാണാതെ പഠിക്കണം. അത് ഒരു രീതിയുണ്ട്. നൈട്രജൻ വരെയുള്ള മോളിക്യൂളുകളുടെ അപ് ടു നൈട്രജൻ വരെ, നൈട്രജൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത്, അപ് ടു നൈട്രജൻ വരെയുള്ള ആൾക്കാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുന്നതെന്നറിയോ? നോക്കിക്കോളൂ. ആദ്യം സിഗ്മ 1s, അത് എന്തുകൊണ്ടാണ് എന്താണെന്നൊന്നും എന്നോട് ചോദിക്കല്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. സിഗ്മ 1s ആദ്യം ലെസ് ദാൻ, പിന്നെ എഴുതേണ്ടത് സിഗ്മ സ്റ്റാർ 1s ലെസ് ദാൻ, പിന്നെ സിഗ്മ 2s ലെസ് ദാൻ, എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് എഴുതുന്നത്, ലെസ് ദാൻ, പിന്നെ സിഗ്മ സ്റ്റാർ 2s ലെസ് ദാൻ. ഇനി പൈ 2px ഈക്വൽ ടു പൈ 2py ലെസ് ദാൻ സിഗ്മ 2pz ലെസ് ദാൻ പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 2pz. ഇത് z ആണെന്നുള്ള കാര്യം ആലോചിക്കണേ. ഇത് 2 ഞാൻ 2 ഒരു കാര്യം ഞാൻ 2 മറ്റേ രീതിയിൽ എഴുതാം. ഇങ്ങനെ എഴുതാൻ 2, ഇതെല്ലാം 2 ആണ്. ഓക്കെ. അതായത് സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s പിന്നെ സിഗ്മ 2s പിന്നെ സിഗ്മ സ്റ്റാർ 2s പിന്നെ പൈ 2px ഈക്വൽ ടു പൈ 2py പിന്നെ സിഗ്മ 2pz പിന്നെ പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py പിന്നെ സിഗ്മ സ്റ്റാർ 2pz. ഓക്കെ. ഇതെന്താണെന്ന് ചോദിക്കില്ല, നമ്മൾ 1s2 2s2 2p6 3s2 3p6 എഴുതുന്ന പോലെ തന്നെ ഉള്ളത്. ഓക്കെ ആണല്ലോ? അടുത്തത് അപ് ടു നൈട്രജൻ എഴുതിയത്. ഇനി എബവ് നൈട്രജന് മുകളിലോട്ട്, അവിടെ നൈട്രജൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, നൈട്രജൻ മുകളിലോട്ടുള്ളതാണ് എബവ് നൈട്രജൻ.
എബവ് നൈട്രജന് മുകളിലോട്ട് എത്ര മോളിക്കൂൾ ഉണ്ട്? നൈട്രജന് താഴോട്ട് എത്ര മോളിക്കൂൾ ഉണ്ട്? ഹൈഡ്രജൻ മോളിക്കൂള്, പിന്നെ ഏതാ? ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ അവിടെ വരെ. നൈട്രജന് മുകളിലോട്ട് എന്താ ഫ്ലൂറിന്, എന്താണ് ക്ലോറിന്, ബ്രോമിന്, അയഡിൻ ഒക്കെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം അല്ലേ? അപ്പൊ നോക്കിക്കോളൂ ഇതിന്റെ എങ്ങനെ എഴുതുന്നത്? ഇതിന് വ്യത്യാസമുണ്ട്. ഇത് സിഗ്മ 1s ഓക്കെ ആദ്യം തന്നെ. അടുത്തത് സിഗ്മ സ്റ്റാർ 1s ആണ്, അതും കുഴപ്പമില്ല. അടുത്തത് സിഗ്മ 2s, അടുത്തത് സിഗ്മ സ്റ്റാർ 2s. അതുവരെ എന്താ മൂളിത്യമായിട്ട് കറക്റ്റ്. ഇനി നോക്കിയോ, ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് സിഗ്മ 2pz ആണ് എഴുതാൻ പോകുന്നത്. സിഗ്മ 2pz ആണ് എഴുതാൻ പോകുന്നത്. പിന്നെ ഉള്ളൂ എന്ത് എഴുതാൻ പോകുന്നത്? പൈ 2px ഈസ് ഈക്വൽ ടു പൈ 2py. ഓക്കെ, പിന്നെ ബാക്കി മറ്റേ അതേപോലെ തന്നെ എന്താ മോളിലെ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, എബോ നൈട്രജനകത്ത് ഈ സിഗ്മ 2pz ആദ്യം വരും, ഇത് രണ്ടാമത് പോകും. ബാക്കി എന്താ അതേപോലെ തന്നെ. ഇതെന്താ ലെസ് ദാൻ എന്താ പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py ലെസ് ദാൻ എന്താ സിഗ്മ സ്റ്റാർ 2p 2pz. ഇത് ഇതേപോലെ തന്നെ പഠിക്കുക. ഷുവർ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് ഇത്. ഇത് പഠിക്കാതെ നിങ്ങൾക്ക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഒരു നൈട്രജന്റെയും ഓക്സിജന്റെയും എന്താണ് എനർജി ഡയഗ്രാം വരയ്ക്കാനും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനും അതിന്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനും അതിന്റെ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാനും ആ മോളിക്കൂൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനും ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, നൈട്രജനും ഓക്സിജനും മാത്രമേ ചോദിക്കാറുള്ളൂ. എന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല 1 തൊട്ട് 20 വരെയുള്ള ആൾക്കാർ ആര് വേണേലും ചോദിക്കാം. എന്നാൽ മോളിക്കൂൾ എക്സിസ്റ്റ് ചെയ്യും. ഞാൻ ചോദിച്ചോട്ടെ, CL അല്ല, CL എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്? CL ആയിട്ടാണോ Cl2 ആയിട്ടാണോ? ആണല്ലോ. ലിഥിയം എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഹീലിയം എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്? അത് മോളിക്കൂൾ ആയിട്ടല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് മോളിക്കൂൾ ആവത്തില്ല. അത് നമുക്ക് ഇതുവഴി തെളിയിക്കാൻ പറ്റും. ലിഥിയം മോളിക്കൂൾ ആകത്തില്ല, ഹീലിയം മോളിക്കൂൾ ആകത്തില്ല, ബെറിലിയം മോളിക്കൂൾ ആകത്തില്ല, ബോറോൺ മോളിക്കൂൾ ആകത്തില്ല. പിന്നെ കാർബണും ഒറ്റയായിട്ടായിരിക്കുന്നത് ഇല്ലേ? പിന്നെ നൈട്രജൻ ആവും, ഓക്സിജൻ ആവും. പിന്നെന്താ മോളിക്കൂൾ ആകത്തില്ല, രണ്ടാറ്റം ചേർന്നിട്ടില്ല വെയിറ്റ് ഇല്ലേ? അപ്പം ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 അങ്ങനെ എഴുതാം. എന്നാൽ മോളിക്കൂളിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. അതാണ് മോളിക്കുലർ ഓർബിറ്റൽ. നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാൻ നോക്കിക്കോളൂ. ഓക്കെ, എങ്ങനെയാന്ന് നോക്കിക്കോണേ. നമുക്ക് എഴുതിക്കോ, എനർജി ഡയഗ്രാം ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എനർജി ഡയഗ്രാം. ഒരു സെക്കൻഡ്, ഞാൻ ഒരു 10 മിനിറ്റ് കൂടെ കൂടുതൽ എടുക്കുവാണേ. ഇപ്പൊ അങ്ങ് തീർക്കാം. ഏതാ എന്തുവാ? പിന്നെ ഒരു പേജ് മൊത്തത്തിൽ എടുക്കണ്ടേ? നിങ്ങൾ ഒരു പേജിന്റെ പകുതിക്ക് വെച്ചാൽ തുടങ്ങുന്നെങ്കിൽ അത് മാറ്റിയിട്ട് ഒരു പേജ് മൊത്തത്തിൽ എടുക്കണേ ഈ വരയ്ക്കാൻ വേണ്ടി. എനർജി ഡയഗ്രാം ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെ? എനർജി ഡയഗ്രാം ഓഫ് N2 എന്ന് പറയുന്നത്. എനർജി ഡയഗ്രാം ഓഫ് N2 എന്ന് പറയുന്നത് നൈട്രജൻ മോളിക്യൂൾ. ഓക്കെ, ഇവിടെ നോക്കിക്കോണം. നൈട്രജൻ N2 ആയിട്ടല്ലേ ഇരിക്കുന്നത്? N2 എന്ന് പറഞ്ഞാൽ എന്താ? N2 എന്ന് പറയുമ്പോൾ 2 ആറ്റം. ഞാൻ ആ 2 ആറ്റത്തിനെ തന്നെ ഈ 2 സൈഡിലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. പരീക്ഷയ്ക്ക് നിങ്ങൾ എങ്ങനെ എഴുതണ്ട. അപ്പം ഇതിന്റെ ആറ്റോമിക് നമ്പർ എത്ര? ഇതിന്റെ ആറ്റോമിക് നമ്പർ എത്ര? 7. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? 1s2 2s2 2p3 ആണല്ലോ. ഇതിന്റെ ആറ്റോമിക് നമ്പർ എത്ര? ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര? 1s2 2s2 2p3 ആണല്ലോ. പരീക്ഷയ്ക്ക് ഈ എഴുതിയിരിക്കുന്ന സാധനം എഴുതണ്ട, മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അത് ഇവിടെ എഴുതിക്കോ, നിങ്ങൾ ഇപ്പൊ എഴുതിക്കോ. പക്ഷെ പരീക്ഷയ്ക്ക് ഇത് ഇങ്ങനെ എഴുതണ്ട. ഇനി നോക്കിക്കോ, നൈട്രജൻ മിക്സ് ചെയ്യുമല്ലേ? ഈ നൈട്രജൻ കൂടെ മിക്സ് ആവുമല്ലേ ചെയ്യുന്നത്? അപ്പൊ അവരുടെ ആറ്റോമിക് ഓർബിറ്റിൽ തമ്മിൽ മിക്സ് ആകുമ്പോൾ അവരുടെ മോളിക്കുലർ ഓർബിറ്റിൽ ഉണ്ടാവും. ആദ്യം ഏതൊക്കെ തമ്മിലാണ് മിക്സ് ആകുന്നത്? ഈ നൈട്രജന്റെ 1s ഈ നൈട്രജന്റെ 1s തമ്മിൽ മിക്സ് ആവും, അവിടെ ആറ്റോമിക് മോളിക്കുലർ ഓർബിറ്റിൽ ഉണ്ടാവും. അടുത്ത നൈട്രജന്റെ 2s ഈ നൈട്രജന്റെ 2s തമ്മിൽ മിക്സ് ആവും.
അടുത്ത നൈട്രജന് 2p അടുത്ത ഈ 2p തമ്മിൽ മിക്സ് ആവും. ഇങ്ങനെയാണ് എന്താണ് മോളിക്കുലാർ ഓർബിറ്റൽ അറ്റോമിക് ഓർബിറ്റലിൽ നിന്ന് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഏറ്റവും താഴെ നിങ്ങളുടെ പേജിന്റെ ഏറ്റവും താഴെ കൊണ്ടുപോയിട്ട് എന്ത് എഴുതണം അറിയാമോ? ഈ സൈഡില് ഒരു 1s, അതായത് ഒരു നൈട്രജൻ ആറ്റത്തിന്റെ 1s ഇവിടോട്ട് എഴുതി, ഒരു നൈട്രജൻ ആറ്റത്തിന്റെ 1s ഇവിടോട്ട് എഴുതി. സോറി, 1s അതിനകത്ത് കൊടുക്കല്ലേ, 1s ഇവിടെയും 1s. ഇതിനാ 1sനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഈ 1sനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1sനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടേ? ഉണ്ട്. ഇതിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇപ്പുറത്തെ 1sനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. അപ്പൊ ആ 2 ഇലക്ട്രോണിനെ ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. 1 2 1 2. ഇനി ഇവര് തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴാണല്ലോ മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകുന്നത്. മിക്സ് ചെയ്യുമ്പോൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇവര് തമ്മിൽ മിക്സ് ചെയ്തു. മിക്സ് ചെയ്യുമ്പോൾ ഈ നോക്കിയിട്ട് വരയ്ക്കുക, എല്ലാം കൂടെ ഒന്ന് വരയ്ക്കാൻ പോവാതെ ഓടിച്ചിട്ട് വരയ്ക്കാൻ, നോക്കിയിട്ട് വരയ്ക്കുക. ഇവര് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ഒരു എനർജി കുറവുള്ള ഒരു മോളിക്കുലാർ ഓർബിറ്റലും ഒരു എനർജി കൂടുതലുള്ള ഒരു മോളിക്കുലാർ ഓർബിറ്റലും ഉണ്ടാവും. ഓക്കെ, ഇതിനെയാണ് എനർജി കുറവുള്ളവനെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും എനർജി കൂടുതലുള്ളവനെ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയും. നമുക്കറിയാം ഈ 1s കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഓർബിറ്റൽ എന്താ? സിഗ്മ 1s. അതിന്റെ ആന്റി ബോണ്ടിങ് വരുമ്പോൾ ആന്റി ബോണ്ടിങ് എഴുതുമ്പോൾ എപ്പോഴും സ്റ്റാർ എഴുതണം, സിഗ്മ സ്റ്റാർ 1s. നോക്കിയേ, അപ്പൊ ഈ ഇലക്ട്രോൺ 2 2 4 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഇവിടെ ഫിൽ ചെയ്തു, ഇവിടെ ഫിൽ ചെയ്ത്, ലോവർ ആണ്, ലോവർ ഫിൽ ചെയ്തിട്ടാണ് അപ്പുറത്തോട്ട് വന്നു, അടുത്ത് ഇവിടെ ഫിൽ ചെയ്തു, ഇവിടെ ഫിൽ ചെയ്തു. ഓക്കെ, അത്ര മതി. ഇനി അതിന്റെ മുകളിൽ 2s മിക്സ് ചെയ്യുന്നതായിരിക്കണം, അതിന്റെ മുകളിൽ 2p മിക്സ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, ഓക്കെ, നോക്കിക്കോളൂ. അടുത്തത് 2s എടുക്കും. നോക്കി, അടുത്തത് ആറ്റോമിക് ഓർബിറ്റൽ നോക്കിയാ അടുത്ത ഏതാ? 2s. ഇപ്പുറത്തും 2s. അത് രണ്ടും ഞാൻ എടുക്കുന്നു. നോക്കിയോ, ഒരു 2s എടുക്കുന്നു, ഇപ്പുറത്തും ഒരു 2s എടുക്കുന്നു. ഓക്കെ, ഇത് 2s, ഇതും 2s. ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? ഇതിനകത്ത് 2 ഇലക്ട്രോൺ, ഇതിനകത്ത് 2 ഇലക്ട്രോൺ. ഇത് മിക്സ് ആകുമ്പോൾ എന്തുണ്ടാവും? ഒരു ലോവർ ആയിട്ടുള്ള ഒരു എനർജി ഉള്ള മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവും, ഒരു ഹയർ ആയിട്ടുള്ള ഒരു എനർജി ഉള്ള മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവും. ഓക്കെ, ഇതിനെ നമ്മൾ സിഗ്മ 2s എന്ന് വിളിക്കുന്നു, ഇതിനെ നമ്മൾ സിഗ്മ സ്റ്റാർ 2s എന്ന് വിളിക്കുന്നു. ഇത് എനർജി 4 എണ്ണം ഉണ്ട്. 1 2 3 4. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ ആണല്ലോ. അടുത്ത ഏതാ നമുക്ക് ഫിൽ ആക്കേണ്ടത്? നോക്കിയോ, 2p3. പിക്ക് എത്ര ഓർബിറ്റൽ ഉണ്ട്? അതായത് ഇവിടെയും 3 വരയ്ക്കണം, ഇവിടെയും 3 വരയ്ക്കണം അല്ലേ? 1 2 3 1 2 3. ഇത് ഏതൊക്കെയാ? ഇത് 2px 2py 2pz. ഇതും എന്തൊക്കെയാ? 2px 2py 2pz. ഓക്കെ ആണല്ലോ. ഞാൻ നിങ്ങളെ തൊട്ട് മുമ്പ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചായിരുന്നു. അപ്പൊ അടുത്ത ഏതാ വരേണ്ടത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിപ്പിച്ചപ്പോൾ നമ്മള് സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, നൈട്രജൻ വരെ ഉള്ളതിന് എന്തായിരുന്നു? അടുത്ത എന്താ വരണ്ടേ? പൈ 2px ഈസിക്കൽ ടു പൈ 2py. അപ്പൊ എന്ത് ചെയ്യാൻ അറിയാമോ? ഇവിടെ ഒന്ന് എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചിട്ട് വരച്ചേ, ഇതെല്ലാരും ശ്രദ്ധിച്ചിട്ട് വരച്ചേ. നോക്കിയേ, പൈ 2px ഇവിടെ 2 എണ്ണം. നോക്കിയേ, ഇവിടെ 2 എണ്ണം ആദ്യം ഫോം ചെയ്യും. ഓക്കെ, ഇത് പൈ 2px ഉം ഇത് പൈ 2py. ഓക്കെ, അടുത്ത നോക്കി, അടുത്ത എന്താ? പൈ 2pz. എടേ, പൈ 2px ഉം പൈ 2py ഇവിടെ പറഞ്ഞിട്ടില്ലേ? ഇനി എന്താ വരേണ്ടത്? സിഗ്മ 2pz അല്ലേ വരുന്നേ? സിഗ്മ 2pz ഇവിടെ വരുന്നു. കണ്ടോ, സിഗ്മ 2pz ഇവിടെ വരുന്നു. സിഗ്മ 2p കണ്ടോ ഇവിടെ. ഓക്കെ, ഇനി അടുത്ത എന്താ വരുന്നത്? അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? പൈ സ്റ്റാർ 2px ഈസിക്കൽ ടു പൈ സ്റ്റാർ 2py. അപ്പൊ നോക്കിയോ, ഇവിടെ 2 എണ്ണം പൈ സ്റ്റാർ 2px. നോക്കിക്കോണം, പൈ സ്റ്റാർ 2px, ഇത് പൈ സ്റ്റാർ 2py. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കോണം, ഇനി എന്താ ഒരെണ്ണം കൂടെ വരും? എന്താ? ഇനി പൈ സ്റ്റാർ 2pz ഇവിടെ ഉള്ളു. കേട്ടോ, പൈ സ്റ്റാർ 2pz. ഇത് പൈ സ്റ്റാർ 2pz അല്ല, സിഗ്മ സ്റ്റാർ 2pz. സിഗ്മ സ്റ്റാർ 2pz. ഇനി നോക്കി, ഇവിടെ എത്ര ഇലക്ട്രോൺസ് വെച്ചിട്ടുണ്ട്? ഇവിടെ 1 2 3. ഇവിടെ എത്രയാ? 1 2 3. മൊത്തം 6 ഇലക്ട്രോൺ ഫിൽ ആവണം. ഓർഡർ വേണം ഫിൽ ആവാൻ. നോക്കി, ഇവർക്ക് രണ്ടുപേർക്കും ഒരേ എനർജിയാ.
അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇവിടെ ഫില്ല് ചെയ്തിട്ട് അടുത്ത ഇലക്ട്രോൺ ഇവിടെ ഫില്ല് ചെയ്യുക, അടുത്ത ഇലക്ട്രോൺ വീണ്ടും ഇവിടെ ഫില്ല് ചെയ്യുക, അടുത്ത ഇലക്ട്രോൺ ഇവിടെ വീണ്ടും ഫില്ല് ചെയ്യുക. അപ്പൊ എത്രയായി? 1 2 3 4. ഇനി എത്ര കൂടെ ഫില്ല് ചെയ്താൽ മതി? 2 എണ്ണം. മൊത്തം 6 എണ്ണമാണ്. അപ്പൊ അത് 2 എണ്ണം തന്നെ ഇവിടെ ഫില്ല് ചെയ്തു. ഇതാണ് സ്ട്രക്ചർ. ഇതാണ് എനർജി ഡയഗ്രാം. എഴുതിക്കോ. ആർക്കെങ്കിലും മനസ്സിലാകാഴികയുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ആർക്കെങ്കിലും മനസ്സിലാകാഴികയുണ്ടെങ്കിൽ ചെറുതാക്കാം, നോക്കി എഴുതിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതാൻ ശ്രമിച്ചേ. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? നീ എഴുതിയില്ലേ? ഇത്തിരി വലുതായിട്ട് വരയ്ക്കണം കേട്ടോ. പടമൊക്കെ പരീക്ഷയ്ക്ക് വരയ്ക്കുന്ന സമയത്ത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2 ചോദ്യം നൈട്രജന്റെയും ഓക്സിജന്റെയും ആയിരിക്കും. ഇതിൽ ഏതിലും ഒരെണ്ണം ആയിരിക്കും ചോദിക്കുന്നത്. ഇനി നോക്കിയോ, ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത് നോക്കി എഴുതിയാൽ മതി. സിഗ്മ 2s എത്ര ഇലക്ട്രോണോ? സിഗ്മ 2s 2. അപ്പൊ നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് നോക്കിയോ. ഇത് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ താഴോട്ട് എഴുതണേ. ഈ ഫിഗറിന്റെ താഴോട്ട് എഴുതണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ താഴോട്ട് എഴുതിയിട്ട് നോക്കിയോ. ആദ്യം സിഗ്മ 1s, അതിനകത്ത് എത്ര? 2 എണ്ണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാ മണ്ടയ്ക്ക് വരുന്നത്? സിഗ്മ സ്റ്റാർ 1s, അതിനകത്ത് എത്ര എണ്ണമാ? 2 എണ്ണം. സിഗ്മ സ്റ്റാർ 1s 2 എണ്ണം. അടുത്ത ഏതാ? സിഗ്മ 2s ആണ്, അതിനകത്ത് 2 എണ്ണം. സിഗ്മ സ്റ്റാർ 2s എത്രയാ? 2 എണ്ണം ആണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാ വരുന്നത്? അത് കഴിഞ്ഞിട്ട് ഏതാ വരുന്നത്? പൈ 2px അല്ലേ? നോക്കിയോ ഇത്. അപ്പം പൈ 2px = പൈ 2py ഒരുമിച്ച് വേണം എഴുതാൻ. അവർ രണ്ടുപേരെ എനർജി ഈക്വൽ. അപ്പൊ അവിടെ എത്ര? ഈ 2 എണ്ണം വെച്ച് ആണല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതിനകത്താ ഇലക്ട്രോൺ വരുന്നത്? സിഗ്മ 2pz അല്ലയോ? അപ്പൊ അടുത്തത് സിഗ്മ 2pz, അതിനകത്ത് 2 എണ്ണം കഴിഞ്ഞു. ഇത് വേണമെങ്കിൽ കോമ ഇട്ട് എഴുതാം. ഓക്കെ ആണോ? അല്ല, കോമ ഇടല്ലേ, കോമ വേണ്ട. കോമ ഇടണ്ട, അടുപ്പിച്ചടുപ്പിച്ച് എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഇതിനകത്ത് എത്ര ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്? സ്റ്റാർ ഇട്ടതെല്ലാം ആന്റി ബോണ്ടിങ് ഓർബിറ്റലും സ്റ്റാർ ഇടാത്തതെല്ലാം ബോണ്ടിങ് ഓർബിറ്റലുമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ സ്റ്റാർ ഇട്ടതിനകത്ത് എത്ര 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 നോക്കിയോ. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എത്ര? ബോണ്ടിങ് ഇലക്ട്രോൺ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ബോണ്ടിങ് ഇലക്ട്രോൺ എത്ര എണ്ണം ഉണ്ട്? ബോണ്ടിങ് ഇലക്ട്രോണിനകത്ത് എത്ര എണ്ണം ഉണ്ട്? ബോണ്ടിങ് ഇലക്ട്രോൺ എത്ര എണ്ണം ഉണ്ട്? നോക്കിയേ ഇവിടെ നോക്കി. ഇവിടെ 2 4 6 8 10 ഇല്ലേ? ബോണ്ടിങ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 10. ഓക്കെ ആണല്ലോ? ആന്റി ബോണ്ടിങ് ഇലക്ട്രോണോ? ആന്റി ബോണ്ടിങ് ഇലക്ട്രോണോ എത്ര ഉണ്ട്? ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ ഇവിടെ 2, അതേപോലെ ഇവിടെ 4 കണ്ടോ? 4. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. ബോണ്ട് ഓർഡർ നോക്കിക്കോളൂ. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ. ബോണ്ട് ഓർഡർ എന്ന് പറയുമ്പോൾ സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ ഈ മോളിക്യൂളിന്റെ ഇടയ്ക്ക് വരുന്നത് എന്നുള്ളതാണ്. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോൺ എത്രയാ? ബോണ്ടിങ് ഇലക്ട്രോൺ എത്രയാ? 10 അല്ലേ? ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ എത്രയാ? 4 അല്ലേ? അങ്ങനെയാണെങ്കിൽ 1/2 ഇൻറ്റു 10 - 4 എന്ന് പറയുമ്പോൾ 6, കട്ട് ചെയ്യുമ്പോൾ 3. അപ്പൊ നമുക്ക് ബോണ്ട് ഓർഡർ എത്ര കിട്ടി? 3. ബോണ്ട് ഓർഡർ 3 ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും നൈട്രജന്റെ ഇടയ്ക്ക് വരുന്നത്. നൈട്രജന്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് അല്ലേ ആണോ? അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഈ മോളിക്യൂൾ സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി, ഇഫ് ബോണ്ട് ഓർഡർ ഈസ് പോസിറ്റീവ് ആണെങ്കിൽ മോളിക്യൂൾ സ്റ്റേബിൾ ആയിരിക്കും. മോളിക്യൂൾ സ്റ്റേബിൾ ആയിരിക്കും.
Okay. If bond order is 0 or negative, molecule exist ചെയ്യത്തില്ല. Molecule not stable and will not exist. Will not exist. ഇവിടെ അപ്പൊ എന്തായിരിക്കും? ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആണോ, സീറോ ആണോ, നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണല്ലോ. അപ്പൊ ഈ മോളിക്യൂൾ എന്താ? സ്റ്റേബിൾ മോളിക്യൂൾ ആണല്ലോ. ഓക്കെ. ഇനി ഒരു സാധനം കൂടെയാണ് മാഗ്നറ്റിക് നേച്ചർ. അതിന്റെ മാഗ്നറ്റിക് നേച്ചർ, അതായത് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. ഇഫ് there are unpaired electron in molecular orbital they are paramagnetic in nature. Magnetic in nature. If there are paired electron in molecular orbital they are എന്താണ്? They are diamagnetic. അപ്പൊ നൈട്രജൻ പാരയാണോ ഡയ ആണോ? മോളിക്കുലാർ ഓർബിറ്റലിന്റെ കോൺഫിഗറേഷൻ എഴുതിയപ്പം എല്ലാത്തിനകത്ത് ഈ രണ്ടെണ്ണം വെച്ചല്ലേ, അപ്പൊ എല്ലാം പെയർഡ് അല്ലേ? അൺപെയർഡ് ഏതെങ്കിലും ഉണ്ടോ? അൺപെയർഡ് ഇല്ലാത്തതുകൊണ്ട് നൈട്രജൻ ഈസ് എന്താ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം therefore നൈട്രജൻ ഈസ് എന്താ? നൈട്രജൻ ഈസ് സ്റ്റേബിള്. രണ്ടാമത്തെ എന്താ? സ്റ്റേബിള്. have triple bond. ഇനി എന്താ? and diamagnetic in nature. ഇനി ഓക്സിജനെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം എല്ലാം തോന്നും. ബാക്കിയുള്ള എല്ലാം നമുക്ക് തന്നെ വരച്ചു നോക്കാം. ഇപ്പൊ ഹീലിയത്തിന്റെ ഇതേപോലെ തന്നെ എടുത്ത് വരച്ചു നോക്കണം. വരച്ചു നോക്കുമ്പോൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. പിന്നെ അത് ഡയമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഇതുപോലെ ചെയ്താൽ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഓക്സിജന്റെയും പിന്നെ വേറെ 2-3 കൂടെ പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യാം? ഈ ചാപ്റ്റർ അതിന്റെ ചെയ്യാം. ഒറ്റ ക്ലാസ്സോടെ ഈ ചാപ്റ്റർ ചെയ്യും. ചെറുതാക്കാം, എഴുതാനുള്ളവർ എഴുതി.